ഒരു കാരണവശാലും ക്ലാസ് മുറികളിലേക്ക് അധ്യാപകർ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല, ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ, ഒന്ന്, ഇത് നമ്മൾ ഈ കള്ളുടിക്കാൻ നിർത്തിയ ഒരാളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഈ കുപ്പി ഇങ്ങനെ കൊണ്ടുപോയി വെക്കുന്ന പോലെ തന്നെയാണ് ഈ കുട്ടികളുടെ മുമ്പിൽ ഈ സാധനം കാണുമ്പോഴേക്കും ഓൻ എന്തൊക്കെ ഓർമ്മ വരും. ചിലപ്പോൾ സമ്പന്നരായ കുട്ടികളാണെങ്കിൽ ട്യൂഷന് പോയിട്ട് അവർ പഠിച്ചു വന്നിരിക്കുകയായിരിക്കും. ഒരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞത്, ഒരു സയൻസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പറഞ്ഞത്, ആ സയൻസിൽ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവരുടെ ടീച്ചേഴ്സ് പറയുന്ന വാക്കുകളും കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം സയൻസിൽ നിന്ന് ഞാൻ കൊമേഴ്സിലേക്ക് ചാടിയെന്ന. നമ്മൾ അടുത്തൊരു വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയൊരു അധ്യയന വർഷം തുറക്കുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ പുതിയൊരു അക്കാഡമിക് ഇയർ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷത്തിൻ്റെയും കൂടി ഒരു സമയമാണ്. രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അധ്യാപകരും നമ്മുടെ മീഡിയ അടക്കം അതിനെ വലിയൊരു പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണ്, എന്തൊക്കെ വെല്ലുവിളികളാണ് നമുക്ക് മുകളിലുള്ളത്? അല്ല, സാധാരണ രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു ഒരുക്കം ആവശ്യമുള്ള ഒന്നാണ് ഈ റീ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഈ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് മെയ് 15 ശേഷമാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഒരു സമയമാണ് ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ മന്ത്രിസഭ നിർബന്ധമായി മാറുമെന്നൊക്കെ വിശ്വസിച്ചവർക്ക് മാത്രമേ അത്രയും ഉറപ്പുണ്ടായിട്ടുണ്ടാവുള്ളൂ. പിന്നെ ആര് മന്ത്രിയാകുമെന്നും അറിയില്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞൊരു കാലയളവിൻ്റെ ഉള്ളിലാണ് എന്തായാലും പുതിയ മന്ത്രിസഭയും മന്ത്രിയൊക്കെ അധികാരമേൽക്കുന്നത്. എനിക്കതിൽ ഒന്നാമത് പറയാൻ വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി, എൻ്റെ വ്യക്തിപരമായിട്ടൊരു കാര്യം പറയാം, പലരും പല ഇതൊക്കെ പറഞ്ഞാൽ പോലും അതിനകത്ത് ഏറ്റവും പ്രോ ആക്റ്റീവായിരുന്ന ഒരു മന്ത്രിയായിരുന്നു ശിവൻകുട്ടി എന്ന്. അദ്ദേഹം പിന്നെ പാർട്ടിയുടെ പോളിസികൾ അത്തരം കുറേ കാര്യങ്ങളൊക്കെ എന്താണ് അദ്ദേഹം അതിൻ്റെ കൂടെയൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ എങ്കിൽ പോലും പല കാര്യങ്ങളും കേൾക്കുമ്പോൾ, അറിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ, വളരെ ക്വിക്കായി തന്നെ അദ്ദേഹം പലപ്പോഴും ശരിയായ നിലപാടുകൾ തന്നെ എടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചില ശൈലികളോ രീതികളൊക്കെ തുടർന്ന് കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അയാൾ പൂർണ്ണമായും തള്ളിക്കളയേണ്ടതല്ല. അപ്പം ഏറ്റവും അവസാനം പോലും അദ്ദേഹം ഇട്ടൊരു ഓർഡർ ഉണ്ടെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ആനുവൽ ഡേ പ്രോഗ്രാമുകൾ അത് സ്കൂൾ സമയത്ത് എന്താണ് നടത്താൻ പാടുള്ളൂ, രാത്രി എന്ത് ചെയ്യണ്ട, നീണ്ടു പോകണ്ട. അപ്പോൾ പലപ്പോഴും പല വേണ്ടാധീനങ്ങൾക്കും അവസരം കൊടുക്കുന്ന രൂപത്തിലുള്ളതാണ്. അതിനെ പലരും ആഗ്രഹിക്കുന്നതാണ്, സ്കൂളുകൾ പോലും പലപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നതാണ്. പക്ഷെ അദ്ദേഹം അവിടെ എന്താണ് അത്തരത്തിലുള്ളൊരു ഇത് വേണ്ട എന്ന് തന്നെ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമുണ്ട്. എന്തായാലും ഒന്നാമത് നമുക്ക് പറയാൻ വെച്ചാൽ, ഈ വിദ്യാഭ്യാസ രംഗം എപ്പോഴും വളരെ ചെറിയ കാരണങ്ങൾ കൊണ്ട് പൊട്ടിത്തെറിക്കാനിടയുള്ളതാണ്. മാത്രമല്ല, കേരളത്തിലെ എക്കാലത്തും ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥി വിഭാഗത്തെ തെരുവിലിറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു അടി കൊള്ളുകയും ചെയ്യും, പിന്നെ അതുകൊണ്ടുള്ള ഗുണം എന്ത് ചെയ്യും, പാർട്ടി എടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ എന്തായാലും ഉണ്ടാകരുത്. അത് രണ്ട് കാരണം കൊണ്ട് ഞാൻ പറയുന്നത്. ഇതുകൊണ്ട് മാത്രമല്ല, മറിച്ച് വെച്ചാൽ കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് പഠിക്കാൻ പറ്റുന്ന, പഠിക്കേണ്ട ഒരു അന്തരീക്ഷം ആവശ്യമുണ്ട്. പഴയ കാലത്തെ പോലെ വെറുതെ കലാപത്തിലേർപ്പെട്ടോ സമരം ചെയ്തോ മാത്രം നഷ്ടപ്പെടുന്ന യൗവനങ്ങളല്ല നമുക്ക് ആവശ്യമുള്ളത്. പ്രൊഡക്റ്റീവായ രൂപത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റണം. അതുകൊണ്ട് തന്നെ എടുത്തു ചാടിയിട്ടുള്ള നിലപാടുകൾ ആവശ്യമില്ല, എല്ലാവരെയും കേൾക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളമൊക്കെ നമ്മളുടെയൊക്കെ തന്നെ വിദ്യാർത്ഥി വിഭാഗങ്ങൾ കൃത്യമായിട്ടുള്ള പലതും പിന്നെ ഡോക്യുമെൻ്റഡായി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കേൾക്കുകയും അതിനകത്ത് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനുള്ളൊരു സന്നദ്ധത ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ അതൊരു ഷോ ബിസിനസ് അല്ല, വളരെ ആത്മാർത്ഥമായി മാത്രം പ്രവർത്തിക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ആ രീതിയിലുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ഈ മന്ത്രിസഭൻ്റെ അവസാനത്തെ വർഷത്തിലുണ്ടായ ഏറ്റവും വലിയൊരു വിവാദമായിരുന്നു സുംബ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്തായിരുന്നു, കുട്ടികൾ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുന്നു. അതിനൊരു പരിഹാരം വേണമെന്ന് ആലോചിച്ചാണ്. ആ പരിഹാരമായിട്ട് പറഞ്ഞത് എന്താണ്, എന്നാൽ കുട്ടികളുടെ ദിവസം കുറച്ച് നേരം ഡാൻസ് കളിച്ചാൽ മതി. അപ്പോൾ അവിടെയാണ് ഈ തൊലിപ്പുറത്തുള്ള ചികിത്സകളിലേക്ക് തീരുന്നത്. അതിനൊക്കെ പകരം ഏറ്റവും
കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സമയമെടുത്തുകൊണ്ട് തന്നെ നടത്തേണ്ട പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ചർച്ച ചെയ്ത കാര്യമാണെന്ത് ഈ ഡ്രഗ് ഫ്രീ ആയിട്ടുള്ള ക്യാമ്പസ് എന്ന് പറയുന്നത്. അത് എൻഷുർ ചെയ്യാൻ വേണ്ട എല്ലാ രീതിയിലുമുള്ള ഒരു സംവിധാനം സ്കൂളിനകത്തും അതിൻ്റെ ചുറ്റുപാടുകളിലും എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി കൂടെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടല്ലോ, അതുണ്ടായിക്കൊണ്ടുവരണം. ഇപ്പോൾ യൂണിയനുകൾ, ഇപ്പോൾ നമുക്കറിയാം അധ്യാപക യൂണിയനുകൾ അവർ പ്രൊട്ടസ്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ ഇതിൻ്റെ അവരുടെ സർവീസ്, അവർ ചെയ്യുന്ന ഒരു സർവീസിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി കൊടുക്കാവുന്ന രൂപത്തിൽ തന്നെ ആവണം മന്ത്രിയുടെ ആ നിലയ്ക്കുള്ള ഇടപാട്. ഒരു ശത്രുതയോ അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടലിലേക്കോ പോയി കഴിഞ്ഞാൽ ആ മേഖല വീണ്ടും സംഘർഷഭരിതമാവുകയാണ് ചെയ്യുക. പിന്നെ കുട്ടികളെ സംബന്ധിച്ചോളം തീരെ മോട്ടിവേഷനില്ല. അത് വലിയൊരു പ്രശ്നമാണ്. മാർക്കൊക്കെ വാങ്ങുന്നുണ്ടാകും കുറയ്ക്ക്, പക്ഷെ എങ്കിൽ പോലും കുട്ടികൾക്ക് ആത്യന്തികമായിട്ടൊരു മോട്ടിവേഷനില്ല. മാത്രമല്ല ചുറ്റുപാടുമുള്ളൊരു ലോകത്തെ ഒരു നല്ല ലോകമായി കാണാൻ അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉള്ള ഒരു സ്കൂൾ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ സ്കൂളിനകത്ത് ഉണ്ടായി വരേണ്ടതുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ഉള്ള എനിക്ക് തോന്നുന്നത് DU ആണോ കരുതുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഓർഡർ ചെയ്തു, അധ്യാപകർ മൊബൈൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലാസ് മുറികൾ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ മാത്രമല്ല ഇപ്പോൾ ഞാനിപ്പോൾ വേറൊരു ഇതും കൂടെ ചേന്ദമംഗലൂർ എവിടെയുള്ളൊരു AUൻ്റെ ഒരു ഇതും അതുപോലെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത് ഇപ്പോൾ നമ്മുടെ മിനിസ്റ്ററോട് എന്താണ് ഒരു ചോദ്യമായിട്ട് ചോദിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അതിപ്പോൾ അതിൻ്റെ കാരണം എനിക്ക് വ്യക്തമല്ല, കേരളത്തിൽ മൊത്തത്തിലല്ലാത്തൊരു ഓർഡർ എന്തുകൊണ്ടാണ് ഒന്ന്. പിന്നെ അദ്ദേഹം എന്താ വെച്ചാൽ ഇപ്പോൾ ചില സമയങ്ങളിൽ അധ്യാപകർക്ക് എന്താണ് അത് ആവശ്യമായി വരാം എന്നൊക്കെ പറയുന്നുണ്ട്, അന്വേഷിച്ച് ചെയ്യാൻ. പക്ഷെ ഞാൻ മനസ്സിലാൽ അങ്ങനത്തെ ഒരു ശങ്കൻ്റെ ആവശ്യമില്ല. ഒരു കാരണവശാലും ക്ലാസ് മുറികളിലേക്ക് അധ്യാപകർ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല, ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഒന്ന്, ഇത് നമ്മൾ മറ്റേ കള്ളുടിക്കാൻ നിർത്തിയ ഒരാളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഈ കുപ്പി ഇങ്ങനെ കൊണ്ടുപോയി വെക്കുന്ന പോലെ തന്നെയാണ് ഈ കുട്ടികളുടെ മുമ്പിൽ ഈ സാധനം കാണുമ്പോഴേക്കും ഓൻ എന്തൊക്കെ ഓർമ്മ വരും. ഓൻ അന്ന് കണ്ട റീല്, ഇനി കാണാൻ ആഗ്രഹിക്കുന്ന സാധനം, ഇതൊക്കെ ഓന് മനസ്സിലാക്കണം. അത്രമാത്രം ഈ ഒരു തരം ഡിജിറ്റൽ അഡിക്ഷനിലുള്ള കുട്ടികളാണ്. അവരുടെ മുമ്പിലേക്കാണ് ഈ പറയുന്ന മൊബൈലുമായിട്ട് അദ്ദേഹം പോകുന്നത്. അതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് കുറച്ച് കാലത്തേക്കെങ്കിലും ഒരു മൊബൈൽ ഫ്രീ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. കാരണം അത്രമാത്രം ഇന്ന് ലോകത്ത് പഠനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ പഠനങ്ങളെല്ലാം പറയുന്നത് ഈ കോവിഡാനന്തരം പ്രത്യേകിച്ചും അല്ലെങ്കിൽ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കൊണ്ടുവന്ന പഠന രീതികൾ കുട്ടികളെ അത്രമേൽ ഗ്രസിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു മുക്തി ആവശ്യമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ എന്ത് ചെയ്യുക, ശക്തമായിട്ടുള്ള സ്റ്റാൻഡ് ചില കാര്യങ്ങളിൽ എടുക്കാം. ടീച്ചേഴ്സിനുള്ള പരിശീലനം ഇപ്പോൾ ഈ വർഷം നമുക്കറിയാം ഓൺലൈനിൽ നടന്നോന്ന് എനിക്കറിയില്ല, ഒരു ദിവസം നടന്നു, 2 ദിവസം നടന്നോ പറയുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ ടീച്ചേഴ്സിന് കൃത്യമായ പരിശീലനം ലഭിച്ചിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ചോളം അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നതാണ്. ശരിയായൊരു ഒരു തയ്യാറെടുപ്പുണ്ടല്ലോ, ആ തയ്യാറെടുപ്പിനെ ബാധിക്കുന്നൊരു വിഷയമാണ്. കാരണം ഒരു 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് നേരെ ക്ലാസ്സിലേക്കാണ് ഓടി കയറുന്നതും അതിനു വേണ്ടി ഒരു പ്രിപ്പറേഷൻ നടത്തിയിട്ട് പോകുന്നതും ഒരു വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് ഒരു ഇൻബിറ്റ്വീനുള്ള ചില സർവീസുകളൊക്കെ കൊടുക്കാൻ തയ്യാറാവണം. ടീച്ചേഴ്സിന് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്. അവരുടെ ഡിഗ്നിറ്റി ഇന്ന് വല്ലാതെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടുത്തെ ഈ ചൈൽഡ് ലൈനും അല്ലെങ്കിൽ ബാലാവകാശവും ഒക്കെ ഉണ്ടല്ലോ, അത് കുട്ടികളുടെ ഒരു റൈറ്റിലേക്ക് മാത്രമായി ചുരുങ്ങുകയും നീതി എന്നുള്ളൊരു വിഷയത്തെ പലപ്പോഴും അവഗണിക്കുകയും ചെയ്യാണ്. സെക്ഷൻ 175 എന്നൊക്കെ പറഞ്ഞ ഒരു അധ്യാപകനും ഒന്നിനും തോന്നില്ല. അപ്പോൾ അവിടേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബാലൻസിങ്ങിലേക്ക് പോകേണ്ടതുണ്ട്. കൃത്യമായൊരു അന്വേഷണം നടത്തി മാത്രമേ ഒരു അധ്യാപകനെതിരേക്ക് ഒരു നടപടിയിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലാതെ ഒരു പരാതി കിട്ടുമ്പോഴേക്കും എന്ത് ചെയ്യണം, അറസ്റ്റ് ചെയ്താൽ സമൂഹത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട ഒരു വിഭാഗത്തോട് ചെയ്യുന്നൊരു അനീതിയാണ്. അതുകൊണ്ട് അതേസമയം ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ പത്മകുമാർ എന്ന് പറയുന്നൊരു അധ്യാപകൻ, അദ്ദേഹം ഒരു പെൺകുട്ടി പീഡിപ്പിച്ചു എന്നുള്ള കേസ് പെൺകുട്ടി തന്നെ മൊഴി കൊടുത്തു കഴിഞ്ഞിട്ടും പോലീസിന് എന്തില്ല, അറസ്റ്റ് ചെയ്യാതില്ല. അവിടെ ബാലാവകാശമില്ല, ചൈൽഡ് ലൈനൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ആയിക്കൂടാ. അത് കൃത്യമായിട്ടും സർക്കാരിന് ആവശ്യങ്ങളിലൊക്കെ ഒരു നിലപാട് ഉണ്ടാവണം. ഇനിയിപ്പോൾ പുസ്തകങ്ങൾ ലഭ്യമാക്കുന്നുണ്ടാവും. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ചില നയങ്ങൾ, ഈ നയങ്ങളിപ്പോൾ നമ്മളറിയാം, നമ്മൾ പത്മശ്രീ പോലൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും, അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ വരും. ഇവിടേക്ക് എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് 100 ലക്ഷം വാങ്ങി
അതിൻ്റെ സെക്കുലർ സ്വഭാവത്തിന് ഒക്കെ കൂടി ഒരു സുരക്ഷിതം അല്ലാതെയാകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വളരെ നയപരമായി തടയാൻ സർക്കാരിന് കഴിയേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ പല സ്കൂളുകളിലും പല രീതിയിലും ഫെസിലിറ്റിയൊക്കെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നന്നാക്കിയിട്ടുണ്ട്. അതിൻ്റെ യൂട്ടിലിറ്റി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നെ ഈ അനാവശ്യമായ ചില നിയമങ്ങൾ, അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നൊരു തൊട്ട് മുൻപാണ്, ഒരു മാസം മുമ്പാണ് എന്ത് ചെയ്യുന്നത്, ഫിറ്റ്നസിൻ്റെ ഇത് വരുന്നത്. എങ്ങനെയാണ് വരുന്നത്, 6 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള പിന്നെ കൺസെൻ്റ് എന്ത് ചെയ്യണം, കിട്ടുമെന്ന്. അതൊക്കെ എന്താ വെച്ചാൽ ഈ മറ്റേ പ്രധാന അധ്യാപകരും മറ്റുള്ളവരൊക്കെ സ്കൂളിൽ അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫൊക്കെ എങ്ങനെ ഓടി നടക്കും? മാത്രമല്ല അതിന് കൃത്യമായ മാർഗ്ഗരേഖ കൊടുത്തിട്ടില്ല. ഓഫീസുകൾ പോകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യില്ല, അതിന് നിർദ്ദേശങ്ങളൊന്നും ഇട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒരു സർക്കാരിൻ്റെ വീഴ്ചകളാണ്. ആ രീതിയിലൊന്നുള്ള കാരണം അതൊക്കെ ബാധിക്കുന്നത് മൊത്തം സ്കൂളിൻ്റെ ഒരു സിസ്റ്റത്തെ തന്നെ ആയിരിക്കും. ഉച്ചക്കഞ്ഞി നമുക്കറിയാം, ഉച്ചക്കഞ്ഞി പലപ്പോഴും അധ്യാപകരുടെ തലയിൽ കെട്ടിവെക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ട്. ഒന്ന് ഉച്ചക്കഞ്ഞി നിർത്തിയാലും കുഴപ്പമില്ല, അതിന് അർഹരായവർക്ക് മാത്രമാക്കി ചുരുക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ അത് വേണമെന്ന നിർബന്ധ ബുദ്ധിയിൽ പലപ്പോഴും സ്കൂളുകൾക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് വലിയ ബേർഡനാക്കിയിട്ട് മാറ്റുന്നുണ്ട്. എന്തായാലും വരുന്ന ഒരു ബജറ്റുകളിലെങ്കിലുമൊക്കെ ഈ സ്കൂളുകൾക്ക് വേണ്ടി വകയിരുത്തുന്ന തുക കൂട്ടണം. ആ രീതിയിൽ ഉള്ള ഈ വ്യക്തമായി നടക്കേണ്ട ഈ പരിഷ്കാരങ്ങൾക്ക് ഉള്ളൊരു സ്പേസ് ഉണ്ടാക്കി എടുക്കണം. നിലവാരം ഉയർത്താൻ വേണ്ടതുകൾ സംഭവിക്കണം. സ്കൂളിൻ്റെ ഒരു സംസ്കാരം എന്താണെന്നുള്ളത് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരാവശ്യമുണ്ട്. അതുപോലെ പിന്നെ മഴക്കാലം വരികയാണ്, അവധി, സുരക്ഷാ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകും. അതിലൊക്കെ എന്താ വെച്ചാൽ വ്യക്തമായ ഒരു ധാരണയോടെ മുന്നോട്ട് പോകുന്ന സർക്കാരാവണം. അതിനൊക്കെ പുറമെ എന്താ വെച്ചാൽ ഇപ്പോൾ +2 എന്തായാലും സീറ്റുകളുടെ വിഷയം ഉണ്ട്. അതൊക്കെ കരയാനും ചിലരുടെ ഭാഷയിൽ പറഞ്ഞാൽ മോങ്ങാനും ഒന്നും ഇടവരാതെ തന്നെ അതൊക്കെ പരിഹരിക്കണം. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചോളം നല്ല തുടക്കത്തിനുള്ള നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരവസരമാണ്. പഠിച്ച് ആ ഒരു മേഖലയെ മനസ്സിലാക്കിയുള്ള സ്റ്റെപ്പുകൾ വെച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നുള്ളതാണ്. യെസ്, എന്താണ് ഈ വിഷയത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ? ഇതിൽ പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ ശിവൻകുട്ടിൻ്റെ വിഷയങ്ങൾ പറഞ്ഞല്ലോ. ശരിക്കും അദ്ദേഹം കഴിഞ്ഞ വർഷം പിന്നെ സ്കൂൾ തുറക്കുന്ന വിദ്യാലയങ്ങൾ തുറക്കുന്ന സമയത്ത് അതിന് മുൻകൂട്ടിയായിട്ട് ഒരു സർക്കുലർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സർക്കുലറിൽ ശരിക്കും അതിൻ്റെ ക്ലീനിങ്, അതുപോലെ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ സ്കൂളിലെ മാളം കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ അപകടങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കൃത്യമായ നിർദ്ദേശം, കുട്ടികൾ വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ചുറ്റുപാടുകളെ പിന്നെ വൃത്തിയാക്കാന്നുള്ള അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിർദ്ദേശം ഈ പ്രാവശ്യം കണ്ടില്ല. അപ്പോൾ അതുകൂടി പിന്നെ ശരിക്കും പ്രാവർത്തികമായി കൊണ്ടുവരണം എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പിന്നെ ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ശരിക്ക് വിദ്യാലയങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ +2ൻ്റെ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞല്ലോ. അതിൽ നിയമനങ്ങൾ മാത്രമല്ല, ഇത് ഇപ്പോൾ നമ്മുടെ മലബാറിൽ ഒരു ക്ലാസ്സിൽ ഒരു +2 ഒരു ക്ലാസ്, +1 ഒരു ക്ലാസ്സിൽ ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം, ഇപ്പോൾ മാർജിനൽ ഇൻക്രീസ് പ്രകാരം 65 കുട്ടികളാണുള്ളത്. ഈ 65 കുട്ടികൾ തന്നെ ചിലപ്പോൾ ആ ക്ലാസ്സിലേക്ക് ഇപ്പോൾ IED കാറ്റഗറിയിലെ കുട്ടികൾ അഡ്മിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കുട്ടി ഏത് ക്ലാസ്സാണോ ചോദിക്കുന്നത് അത് കൊടുക്കണം എന്നാണ് നിർദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 65ൻ്റെ കൂടെ +7, 8 കുട്ടികൾ കൂടുകയാണ്. അതിൽ 75 കുട്ടികളൊക്കെ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ മലബാർ ഏരിയയിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കാണാൻ പറ്റണേ. ഒരു അധ്യാപകൻ അത്രമാത്രം ഒരു കുട്ടീനെ എങ്ങനെ കെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു കുട്ടികളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികളുടെ പ്രത്യേകമായ ഒരു ശ്രദ്ധ വേണ്ടതുണ്ടെങ്കിൽ അത് സാധിക്കാത്തൊരവസ്ഥ, പരിമിതമായ ഒരു സമയം കൊണ്ട് ഇതൊക്കെ തീർക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അതുപോലെ CE മാർക്കും കാര്യങ്ങളൊക്കെ കുട്ടികളെ നിരന്തരമായി നിരീക്ഷിക്കുന്നതിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയൊരു അപകടം. അതേപോലെ തന്നെ പിന്നെ അതിലൊരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും നമ്മളെ കുട്ടികൾ രക്ഷിതാക്കളൊക്കെ അറിയേണ്ട ഒരു സംഗതി, ഈ ഒരു വലിയ ഒരു പ്രയാസമായിട്ടാണ് ഈ രംഗം നോക്കി കാണുന്നത്. പല രക്ഷിതാക്കളും അത് നിരന്തരമായിട്ട് എന്താണ് എപ്പോഴാണ് എന്നൊന്നും അറിയാത്തൊരു സാഹചര്യമുണ്ട്. കൃത്യമായ ഒരു ഡയറക്ഷൻ ശരിക്കും വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കണം എന്നുള്ളത്. ഇപ്പോൾ തന്നെ പിന്നെ +1 അഡ്മിഷൻ്റെ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ തുടങ്ങി. ഇപ്പോൾ ഇന്ന് മുതൽ
അതിൽ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്നൊരു സമയമാണ് ഇന്നത്തെ ദിവസം മുതൽ 25 തീയതി മുതൽ. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ 3 തീയതിയാണ്. ജൂൺ 3 തീയതിയോട് കൂടി ഓൺലൈൻ അപേക്ഷാ സമർപ്പണം അതിൻ്റെ അവസാനിക്കും എന്നുള്ളതാണ്. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻ്റ് ഉണ്ട്, അത് 8 തീയതിയാണ്, ജൂൺ 8 തീയതിയാണ്. പിന്നെ ശരിയായ ആദ്യ അലോട്ട്മെൻറ്റ് നടക്കുന്നത് 15 തീയതിയാണ്. പിന്നെ അതിൽ മുഖ്യ അലോട്ട്മെൻറ്റ് അവസാനിക്കുന്നത് ജൂലൈ 1 തീയതിയാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റിന് കൃത്യമായ ഒരു ബോധം രക്ഷിതാക്കളും കുട്ടികൾക്കും ഉണ്ടാവണം. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഈ ചില സംഗതികളൊക്കെ ഇപ്പോൾ ഈ എയ്ഡഡ് സ്കൂൾ, അൺഎയ്ഡഡ് സ്കൂളുകളൊക്കെ ഉണ്ട്. അതിൽ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയിലേക്ക് കോട്ടയിലേക്ക് കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ സംവരണമുണ്ട്. ഇപ്പോൾ മുസ്ലിം മാനേജ്മെൻ്റ് ആണെങ്കിലും മുസ്ലിം സംവരണം ഉണ്ടായില്ല. ആ സംവരണത്തെക്കുറിച്ചും രക്ഷിതാക്കൾക്ക് പലപ്പോഴും ബോധ്യമില്ല. ഇവർ ഈ ഓൺലൈനിൽ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യവും ഡേറ്റും കാര്യങ്ങളൊക്കെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ഈ +1 തന്നെ അതിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ, അപ്പോൾ അതിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പോലെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഒരു അഭിരുചി അനുസരിച്ചുകൊണ്ട് ആ സംഗതി കൊടുക്കാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള വിഷയങ്ങൾ എടുക്കാനുമുള്ള ഒരു കൃത്യമായൊരു നിർദ്ദേശം രക്ഷിതാക്കൾക്കും കുട്ടികൾക്ക് ലഭിക്കണം. അതിനൊരു വിവരം കിട്ടണം. ഇത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സയൻസ് കിട്ടണം എന്നുള്ള ഒരു സാഹചര്യം പൊതുവെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ സയൻസ് കിട്ടിയാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചില വേർഡ്സും കാര്യങ്ങളൊക്കെ കേട്ടാൽ തന്നെ കുട്ടിക്ക് മനസ്സിലാകാത്തൊരവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ സമ്പന്നരായ കുട്ടികളാണെങ്കിൽ അത് ട്യൂഷന് പോയിട്ട് അവർ പഠിച്ചു വന്നിരിക്കുകയായിരിക്കും. ഒരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞത്, ഒരു സയൻസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പറഞ്ഞത്, ആ സയൻസിൽ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവരുടെ ടീച്ചേഴ്സ് പറയുന്ന വാക്കുകളും കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം സയൻസിൽ നിന്ന് ഞാൻ കൊമേഴ്സിലേക്ക് ചാടിയെന്നാണ്. അപ്പോൾ കൊമേഴ്സിലപ്പോൾ കുറച്ചുകൂടി സിമ്പിളാണ്, കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ആ കുട്ടി CA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ആ രൂപത്തിലുള്ള കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ചുകൊണ്ട് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് ശരിക്കും ഉണ്ടാകണം. അങ്ങനെ ഒരു സെലക്ഷൻ നടക്കണമെന്നാണ് ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ക്ലാസ് തുടങ്ങുമ്പോഴും അതിൻ്റെ കുട്ടികളുടെ ഒരു ശൈലി, ഇപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട രീതി, അതിലെ പാഠപുസ്തകങ്ങൾ, പഠനം, അതുപോലെ തന്നെ അധ്യാപനം, കാര്യങ്ങളൊക്കെ കൃത്യമായ നിരീക്ഷണവും അതേപോലെ തന്നെ രക്ഷിതാക്കൾ ഇടപെടലും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഉള്ള ഒരു ഒരുക്കം ശരിക്ക് അതിനൊരു പ്ലാനിങ് നടക്കേണ്ട ഒരു സമയമാണിപ്പോൾ. ആ ഒരു പ്ലാനിങ്ങോട് കൂടി കുട്ടി ഏത് രൂപത്തിൽ പഠിച്ചു വരണമെന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വിദ്യാഭ്യാസത്തെ നമുക്ക് പിന്നെ ഭാവിയിൽ പ്രതീക്ഷിക്കാമെന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാറുള്ളത്. ഒരു നല്ലൊരു അക്കാദമിക് ഇയർ ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അത് ഉറപ്പുവരുത്തുന്നിടത്ത് അധ്യാപകർക്കും ബന്ധപ്പെട്ടവർക്കും ശ്രദ്ധ ഉണ്ടാവണമെന്ന് കൂടി ഉണർത്തിക്കൊണ്ട് ഇന്നത്തെ ഒരു അധ്യായം അവസാനിക്കുന്നു.